നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഇത് നെക്സ്റ്റ് ഫോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് വന്നിരിക്കുന്നത്. ഇതിന് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓൺ ആവുന്നുണ്ട്, പക്ഷേ സൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതെവിടെയാണ് ഇതിൻ്റെ ബോർഡും കാര്യങ്ങളും ഉള്ളത്. ഇവിടെ ഓൺ ആവുന്നുണ്ട്, പക്ഷേ ബാക്കി വേറെ ഒന്നും വരുന്നില്ല. അത് ഓൺ ആവുന്ന സമയത്ത് ചെറിയൊരു ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരു ബ്ലൂ കളർ ഇൻഡിക്കേഷൻ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൗണ്ട് വരുന്നില്ല. അപ്പോൾ ആദ്യമേ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്പീക്കർ സൈഡിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ ആദ്യം ഇതിനെക്കുറിച്ച് പറയട്ടെ. നല്ലൊരു വുഡൻ ഫിനിഷിങ്ങിൽ വന്നിരിക്കുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ്. ഒരു ചെറിയ നമുക്കൊരു എന്താ പറയുക, ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് പാട്ടൊക്കെ കേൾക്കുന്നതിന് നമുക്കത് ഉപയോഗിക്കാം. ഇതിൽ തന്നെ FM കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓക്സ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ഓക്സ് ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട്, USB ഉണ്ട്, ചാർജബിൾ ആണ്. നമുക്ക് മൊബൈൽ ചാർജർ വെച്ച് നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. എനിക്കിതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വുഡൻ ഫിനിഷിംഗ് ആണ്. കാരണം മറ്റുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് പല ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വരുമ്പോൾ അതിലിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെയാണ് കേസൊക്കെ വരുന്നത്. അപ്പോൾ അതിനേക്കാൾ എത്രയോ നല്ലതാണ്. ഒരു മേശപ്പുറത്തൊക്കെ വെച്ചാലും നല്ല ഒരു വുഡൻ ഫിനിഷ് ആയിട്ട് നല്ല ഒരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഊരുന്നതിന് വെച്ചാൽ ഇപ്പോൾ ഇതിന് ഫ്രണ്ട് സ്ക്രൂവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സ്പീക്കർ എങ്ങനെ ഊരുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറുതായിട്ട് ഇതിലൊരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക. ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തള്ളിയാൽ മതി. ഇങ്ങനെ ഇതിൻ്റെ ഈ മെറ്റൽ നെറ്റ് സുഖമായിട്ട് നമുക്ക് ഊരാൻ പറ്റും. കേട്ടോ, സിമ്പിളായിട്ട് ഊരെടുക്കാൻ പറ്റും. നല്ല വൃത്തിയുണ്ട്. എന്തായാലും ഇത് ഉപയോഗിക്കുന്ന കസ്റ്റമർ നല്ല വൃത്തിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്താ കംപ്ലയിൻ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം സ്പീക്കറൊന്ന് 4 സ്ക്രൂ ഉണ്ട്, ഊരിയെടുക്കുക. ഇതിങ്ങനെ ഊരിയെടുത്ത് നോക്കുക. ഇതിലും ചെറിയ സിമ്പിൾ കംപ്ലയിൻ്റ് ഉണ്ടാവുള്ളൂ. കാരണം ഇങ്ങനത്തെ DC-യിൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കറിലൊന്നും വലിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും വരാറില്ല. ചെറിയ സിമ്പിൾ കംപ്ലയിൻറ്റ്, ചിലപ്പോൾ വല്ല വയർ വിട്ടതോ അല്ലെങ്കിൽ സ്പീക്കർ പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരാറുള്ളൂ. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഇതെന്തോ സംഭവം എന്ന് വെച്ചാൽ ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സാധനമാണ്. നമ്മളിപ്പോൾ അന്നേരത്തെ ഒരു കൗതുകത്തിന് വാങ്ങും, പിന്നെ ആരും അതങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ ചെറിയ കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ നമ്മളത് എവിടെയെങ്കിലും അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞ് ഇടാറാണ് പതിവ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു കാരണവശാലും നമ്മൾ ഈ വേസ്റ്റ് ഒരുപാട് എന്താ പറയുക, വലിച്ചു വാരി ഇട്ടരുത്. നമുക്കത് വലിയൊരു അപകടമാണ് ഭൂമിക്ക് വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വേസ്റ്റ് വലിച്ചെറിയാണ്ട് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള വഴികൾ നമ്മൾ നോക്കണം. ഇതിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ. അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് ഇപ്പോൾ തന്നെ കണ്ടു. കാരണം എന്താ വെച്ചാൽ ഒന്നുമില്ല, ഇത് വയറ് ഇതിൽ വിട്ടുപോയിട്ടുണ്ട്. എങ്ങനെയോ വയറ് വിട്ടുപോയിട്ടുണ്ട്. ചിലപ്പോൾ അത് സ്പീക്കർ കുറച്ച് തുരുമ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയതായിരിക്കും ചിലപ്പോൾ. ഒന്നുമില്ല, സംഭവം ഈ വയറ് വന്നിട്ട് നമുക്ക് ഇവിടെ എടുത്ത് ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മാത്രം മതി. അത്രേ ഈ സംഭവം വർക്കാവും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒരു സ്റ്റിപ്പർ വെച്ചിട്ട് ഒന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് തരാം. വയർ സ്റ്റിപ്പർ വെച്ച് ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് ആണോ ഇല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. വയർ സ്റ്റിപ്പർ വെച്ച് കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇതിൽ വെച്ച് നോക്കിയിട്ട് ഒന്ന് ഓഫാക്കി ഓണാക്കിയാൽ മതി. അവിടെ ആ സമയത്ത് അതിൻ്റെ ബ്ലൂടൂത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരും. ഓക്കെ, അല്ലോ, ഇത്രയേ ഉള്ളൂ. കംപ്ലയിൻറ്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് സോൾഡർ ചെയ്ത് വെച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് എന്തായിരുന്നു വെച്ചാൽ സ്പീക്കറിലേക്കുള്ള വയറ് വിട്ടുപോയതാണ്. അപ്പോൾ അത് ഒന്ന് സോൾഡർ ചെയ്ത് വെച്ചു. സംഭവം റെഡിയായി. ജസ്റ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള നല്ല സ്പീക്കറാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.